നമസ്തേ. 15/7/2025 ചൊവ്വാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത്. മേടം, ഇടവം, മിഥുനം, കന്നി, തുലാം, കുംഭം രാശിക്കാർക്ക് ശുഭകരവും, മീനം രാശിക്കാർക്ക് മധ്യമവും, മകരം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി എൻ്റെ ഈ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യണം കേട്ടോ. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഗുണകരമായ പ്രധാനമായിട്ടും നേട്ടം കിട്ടുന്ന 3 നക്ഷത്രങ്ങളെയും അതേപോലെ ദോഷം വരുന്ന പ്രധാന 3 നക്ഷത്രങ്ങളെയും 1-2 നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വിശദീകരിച്ച് പോകാം. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. നമുക്ക് എങ്കിലാണ് നമുക്ക് ഇതിൽ പറയാൻ പറ്റും. അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് 3 നക്ഷത്രക്കാർ ദോഷമുള്ളതും 3 നക്ഷത്രങ്ങൾ ഗുണമുള്ളതുമായിട്ട് വരുന്നുണ്ട്. വളരെ ദോഷമുള്ളതും വളരെ ഗുണം കിട്ടുന്നതുമായ 3 നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ആ 6 നക്ഷത്രങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറഞ്ഞു പോകാം. പിന്നെ ഇടയ്ക്ക് ഒരു കമൻറ്റിന് മറുപടിയായിട്ട് പറഞ്ഞത് അത് പറയേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, അത്യാവശ്യം വേണ്ടതാണ്. എന്നുള്ളതുകൊണ്ട് അതിൻ്റെ മറുപടി പറയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞ മറുപടിയുമായി ബന്ധപ്പെടുത്തി തന്നെ പറയേണ്ട കാര്യമാണത്. തൻ്റെ മൂലകുടുംബം അല്ലെങ്കിൽ കുടുംബത്തിൽ ക്ഷേത്രമുണ്ടെങ്കിൽ മരിച്ച വീട്ടിൽ പോയിട്ട് വന്നിട്ട് കുടുംബത്തിൽ വിളക്ക് കത്തിക്കാം. അല്ലെങ്കിൽ പുലയുള്ളപ്പോൾ വാലായ്മ ഉള്ളപ്പോഴൊക്കെ കുടുംബക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കാവുന്നതാണ് ചോദ്യം. കുടുംബക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കാൻ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ കത്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതാ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എങ്ങനെയാണോ സങ്കല്പം അതനുസരിച്ചാണ്. സാധാരണ അങ്ങനെ പ്രതിഷ്ഠിക്കാറ് പതിവില്ല എന്നുള്ളത് കൊണ്ട് കുടുംബക്ഷേത്രങ്ങളിൽ ഈ പുല, വാലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ വിളക്ക് കത്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഉള്ളവർ ക്ഷേത്രങ്ങളിൽ അത് കത്തിക്കാതിരിക്കുകയാണ് നല്ലത്. വീടിനകത്ത് തന്നെ ക്ഷേത്രമായിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കത്തിക്കുന്ന ഒരു ആചാരമില്ല എങ്കിൽ, ഇപ്പോൾ വീട്ടിൽ തന്നെ അറയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതിനകത്ത് ദേവതാ പൂജകളൊക്കെ നടത്തുന്നുണ്ട്, നിത്യാരാധനയൊക്കെ നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായമില്ല എങ്കിൽ ആ അറ തുറന്ന് വിളക്ക് കത്തിക്കേണ്ടതില്ല. എന്നാൽ ആ വീട്ടിൽ വിളക്ക് കത്തിക്കുക തന്നെ വേണം. ക്ഷേത്രത്തിലെ നട തുറന്ന് കത്തിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ മൂർത്തികളിരിക്കുന്ന അറ പോലുള്ള മുറികൾ വീട്ടിലുണ്ടെങ്കിൽ ആ റൂം തുറന്ന് വിളക്ക് കത്തിക്കേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ വിളക്ക് വീട്ടിൽ കത്തിക്കേണ്ട എന്നല്ല, ആ വിളക്ക് വീട്ടിൽ കത്തിക്കാം. അത് പുലയായാലും വലായ്മയായാലും എന്ത് പ്രശ്നങ്ങളായാലും വിളക്ക് കത്തിക്കുന്ന ഒരവസ്ഥ വീട്ടിലുണ്ടാകുകയേ ചെയ്യരുത്. വിളക്ക് കത്തിക്കാതിരിക്കുന്ന ഒരവസ്ഥ വീട്ടിലുണ്ടാകുകയേ ചെയ്യരുത്. വിളക്ക് നിർബന്ധമായും കത്തിക്കണം. ഒരു കാരണവശാലും വിളക്ക് കത്തിക്കാതിരിക്കരുത്. അതിനകത്ത് ഒരു ദോഷമില്ല. അതോടൊപ്പം നാമം ജപിക്കുകയും ചെയ്യണം. വിളക്ക് കത്തിക്കുക മാത്രമല്ല, നാമം ജപിക്കുകയും ചെയ്യണം. ഇത് ഒരിക്കലും മുടക്കാനേ പാടില്ലാത്ത കാര്യമാണത്. അതിന് ശുദ്ധിയും അശുദ്ധ്യാദി കാര്യങ്ങളൊന്നുമില്ല. വിളക്ക് വയ്ക്കുന്നതിനും നാമം ജപിക്കുന്നതിനും വലിയ അശുദ്ധ്യാദി കാര്യങ്ങളൊന്നും ഇല്ല. ആചാരങ്ങളൊക്കെ അനാചാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആവശ്യമില്ലാത്ത ശുദ്ധിയും അശുദ്ധിയുമൊക്കെ വന്ന് നമ്മളുടെ ആചാരങ്ങളിൽ കയറി അനാചാരങ്ങളായി മാറിയത്. അതിന് വേദങ്ങളുടെയോ പുരാണങ്ങളുടെയോ ഒന്നും പിൻബലം പല കാര്യങ്ങൾക്കും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നല്ല ആചാരങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. ഈ പുലയിലും ഒക്കെ വിളക്ക് കത്തിക്കാം എന്ന് പറയുമ്പോൾ അതിനൊരു യുക്തി വേണ്ടതെന്ന് വെച്ചുകൊണ്ട്, ഇപ്പം മൃതശരീരത്തിന് മുന്നിൽ നമ്മൾ വിളക്ക് കത്തിച്ചു വയ്ക്കും. മൃതശരീരത്തിന് മുന്നിൽ നമുക്ക് വിളക്ക് കത്തിച്ചു വയ്ക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ മൃതശരീരം ഇല്ലാത്തിടത്ത് എന്തായാലും വിളക്ക് കത്തിച്ചു വയ്ക്കാൻ അനുവാദം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നമുക്ക് ബുദ്ധി
യുക്തി ഒക്കെ തന്നിട്ടുള്ളത് അത് നേരായ രീതിയിൽ ചിന്തിക്കുവാനും നേരായ രീതിയിൽ അതിനെ പ്രയോഗിക്കുന്നതിനും വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ അതിനെ കാണുകയും ആ രീതിയിൽ അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുക. വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുക. ഒഴിവാക്കാൻ പറ്റാത്തതായ കാര്യം, ഒരു കാലാവസ്ഥ ഒരു കാരണവശാലും ഒരിക്കലും ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുക എന്നീ 2 കാര്യങ്ങൾ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ കുളി കഴിഞ്ഞ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴാണെങ്കിലും ശരീരശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി ഈ 2ഉം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മനഃശുദ്ധി പെട്ടെന്ന് കിട്ടില്ല, എന്നാലും ശരീരശുദ്ധി ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ശരീരശുദ്ധി നിർബന്ധമായിട്ട് പാലിച്ചുകൊണ്ട് ഇത് ചെയ്യുക. മനഃശുദ്ധിയും ഉണ്ടാകുന്നത് ഉത്തമം. ഇതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ വിശദമായി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ വിശദമാകുക സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആർക്കും. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നക്ഷത്രഫലം. മേടം രാശിയുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി. മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം 7.5 ശനി കാലഘട്ടമാണ്. ശനി 12-ൽ സഞ്ചരിക്കുകയാണ്. കേതു ആണെങ്കിൽ 5-ലാണ്, വ്യാഴം 3-ലാണ്. ഈ അവസ്ഥകളൊന്നും അനുകൂലമായതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും ഈ ദിവസം ഇത് പൊതുവെ മേന്മയേറിയ ദിവസമാണ് താനും. അതുകൊണ്ട് പൊതുവെ ആരോഗ്യമൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സംശയാതീതമായ പ്രവൃത്തികളൊക്കെ ഉണ്ടാകും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ഉറച്ച ഒരു തീരുമാനമെടുത്തൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ഇവർക്ക് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ആരോഗ്യ കാര്യങ്ങളിൽ അത്ര വലിയ കുഴപ്പമില്ലെങ്കിലും ചെറിയൊരു ശ്രദ്ധയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയാൽ മതി. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വർദ്ധിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അതുപയോഗിച്ച് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ മേടക്കൂറുകാർക്ക് കഴിയുന്ന ദിവസമാണ്. ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി അനുകൂലമാണ്. തൊഴിൽ മേഖലയിലും അത്ര മേന്മയുള്ള സമയമല്ല. തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കില്ല. സഹപ്രവർത്തകരെയും ഒന്ന് കരുതിയിരിക്കുക. ഇനി ഇടവം രാശി. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ്. ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം 10-ൽ രാഹു സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ചില തൊഴിൽ മേഖലകളിലൊക്കെ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ രാഹുവിന് കഴിയും. എങ്കിലും ഈ ദിവസം പൊതുവെ ഗുണകരമായ ദിവസം തന്നെയാണ്. അങ്ങനെയാണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും. അലസത അനുഭവപ്പെടും. അതേപോലെ ആരോഗ്യ കാര്യത്തിലും ഇടവൻ രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല. ദഹനക്കുറവ്, പിത്ത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത ഇടവൻ രാശിക്കാർക്കുണ്ട്. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായ സമയമല്ല ഇടവൻ രാശിക്കാർക്ക്. ആസ്മ, മാനസികമായ അസ്വസ്ഥ ഒക്കെ ഉള്ളവരും ശ്രദ്ധിക്കണം, നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ചെറിയ കടബാധ്യതകളൊക്കെ ഉണ്ടാകും. അപകടങ്ങൾക്ക് സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട്, എടുത്തുചാട്ടം മൂലം ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് അഭിപ്രായങ്ങൾ പറയാതിരിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ്.
ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ്. കുടുംബത്തിലൊരു പരിധിവരെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും ഇടവത്തിൻ്റെ 4-ാം ഭാവം എന്ന് പറയുന്നിടത്ത് 4 ചന്ദ്രരാശിയാൽ 4 കേതു ഉള്ള ഒരു സമയം കൂടെയാണ്, കേതു ഉള്ള കാലമാണ്. അപ്പോൾ കേതു അത്ര അനുകൂലമല്ല. കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകളൊക്കെ ഉണ്ടാക്കാവുന്ന സമയമാണെങ്കിലും ഈ ദിവസം പൊതുവെ അനുകൂലമാണ്. തൊഴിൽ രംഗത്തും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. തൊഴിലാളികളൊക്കെ അനുകൂലമായിരിക്കും. പക്ഷേ ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുമെങ്കിലും പൊതുവെ നോക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഇത്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും മിഥുനം, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ 1/4 ഭാഗം. മിഥുനത്തിലാണെങ്കിൽ ജന്മത്തിൽ വ്യാഴവും 10 ശനിയും രാഹു 9 ഒക്കെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. എങ്കിൽ പോലും മിഥുനം ഈ ദിവസം ഗുണകരവുമാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്നെങ്കിൽ പോലും ഗുണകരമാണ്. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ഒരലസതയും ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും. പിത്തസംബന്ധമായ അസുഖങ്ങൾ, വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് മിഥുന രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന സമയമായിരിക്കും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ഒരു ദിവസം കൂടി ആയിരിക്കും. അലർജി സംബന്ധമായ അസുഖങ്ങൾ, മാനസികമായ അസ്വസ്ഥ, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ശത്രുക്കളായിട്ടുള്ളവരുടെ ശത്രുതയൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് മിത്രങ്ങളാക്കാനും അനുകൂലമായ ഒരു ദിവസമാണ്. ധനപരമായ കാര്യങ്ങളിൽ അത്ര മേന്മയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകും. സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു 3 ദോഷങ്ങൾ ഉള്ള നക്ഷത്രങ്ങൾ. ആയില്യം, തൃക്കേട്ട, പൂരം നക്ഷത്രം അത്ര മേന്മയുള്ള നക്ഷത്രമല്ല. ആയില്യം, തൃക്കേട്ട, പൂരം നക്ഷത്രക്കാർ അവരുടെ കൂറുകൾ ചിലപ്പോൾ അനുകൂലമായിട്ട് വരാം. എന്നാലും അത് അനുകൂലമായിട്ട് വരിക, എല്ലാം വരില്ല. വന്നാലും ഈ നാളുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവരുടെ കൂറുകൾ അനുകൂലമാണെങ്കിൽ പോലും ഈ നാളുകാർക്ക് അത്ര മേന്മയുള്ള ഒരു ദിവസമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് മറ്റ് ഗുണം ഉള്ള 3 നക്ഷത്രങ്ങളുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. ഇനി നമുക്ക് കർക്കിടക കൂറുകാരെ നോക്കാം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം, ഇതാണ് കർക്കിടക കൂറ്. കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12 വ്യാഴം, 8 രാഹു, 9 ശനി, 2 കേതു ഒക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇതിൻ്റെയൊക്കെ ദോഷങ്ങളുള്ള ഒരു സ്ഥലം കൂടെയാണ്. പൊതുവെ കഠിന ദോഷം കൂടെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് കർക്കിടക കൂറുകാർ എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. പ്രത്യേകം കർക്കിടക കൂറുകാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ആത്മവിശ്വാസക്കുറവ്, അലസത, ഒരു കാര്യത്തിനും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാതെ വരിക, ആരോഗ്യപരമായി അത്ര അനുകൂലമല്ലാതെ വരിക, മനസ്സും ബുദ്ധി അനുകൂലമല്ലാതെ വരിക, മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല, ഒരു കാര്യത്തിനും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ആരോഗ്യകാര്യങ്ങളിൽ മാനസികമായ അസ്വസ്ഥത ഉള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ, കടബാധ്യത, ചില അപകടങ്ങൾ, മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകും.
വാക്കുകൾ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ഉപയോഗിച്ചില്ലെങ്കിൽ വളരെ പ്രയാസങ്ങളുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങൾ നഷ്ടമുണ്ടാവും. മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കർക്കിടക രാശിക്കാരെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചിങ്ങം രാശിക്കും കഠിന ദോഷമുള്ള സമയമാണ്. 8-ൽ ശനി, കണ്ടകശനി, ജന്മത്തിൽ കേതു ഒക്കെ നിൽക്കുന്ന ഇതാണ്. മറ്റ് ഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നീണ്ടു നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ ഇവരൊന്നും അത്ര അനുകൂലമല്ല. അപ്പോൾ ചിങ്ങൻ രാശി കഠിന ദോഷമുള്ള സമയം കൂടെയാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളും അനുകൂലമല്ല നിൽക്കുന്നതാണ്. അതിൻ്റെയൊക്കെ കൂടെയാണ് ദോഷങ്ങൾ വരുന്നതും. അപ്പോൾ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണെങ്കിലും ചെറിയ ദൈവാധീനമൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകുകയും ചെയ്യും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാവും. ഒരു ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആരോഗ്യകാര്യം കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ ഭേദമായിരിക്കും. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടൊരു കാര്യങ്ങൾ പറയാൻ കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. അതേപോലെ കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ആവശ്യമില്ലാത്തിടത്ത് അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയരും അനുകൂലമല്ല. കടബാധ്യതയെ ശ്രദ്ധിക്കണം. ധനപരമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. മക്കളൊക്കെ അനുകൂലമായിരിക്കും. പക്ഷേ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയും അത്ര മേന്മയുള്ളതല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7-ൽ ശനി സഞ്ചരിക്കുകയാണ്. നിവൃത്തി സ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അതിൻ്റെ പ്രയാസങ്ങൾ. 10-ൽ വ്യാഴം, അതും മേന്മയുള്ളതല്ല. 12-ൽ കേതു, അനാവശ്യമായ ചെലവുകളൊക്കെ വരാൻ പൊതുവേ കുറേ കാലത്തേക്ക് യോഗമുള്ള സമയമാണ്. അതിൽ തന്നെ ഈ ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. ദിവസം അനുകൂലമാണ്. പൊതുവേ ഈ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ദിവസം അല്പം മേന്മ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജാതകം കൂടെ മേന്മയുണ്ടെങ്കിൽ അതനുസരിച്ച് മേന്മ ഉണ്ടാകുകയും ചെയ്യും. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമായിരിക്കും. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നും ഉണ്ടാവില്ല. പൊതുവേ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യകാര്യം മേന്മയുണ്ട്. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാനസികമായ അസ്വസ്ഥതയുള്ളവരും ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുക. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല. എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അല്പം മേന്മയൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും. എങ്കിലും പൊതുവേ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസം ആയിരിക്കും. ദിവസഫലമായിട്ട് നോക്കുമ്പോൾ ഇത് ഗുണകരമാണ്. പക്ഷേ ഒരു നീണ്ട കാലയളവിലേക്കാണ് ഫലം പറയണമെങ്കിൽ ഗുണം പറയാനും പറ്റില്ല. അതാണ് കന്നിക്കൂറുകാരുടെ, അത് എല്ലാത്തിൻ്റെ അങ്ങനെ ഇതാണ്. അപ്പോൾ ഈ ദിവസം നോക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് മേന്മയുള്ളതായിരിക്കും. ഇനി തുലാം. ഈ ദിവസം തുലാക്കൂറുകാർക്ക് മേന്മയുള്ള ദിവസമാണ്. തുലാം എന്ന് പറഞ്ഞാൽ ചോതി ചിത്ര അവസാന പതിഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറ്. അതിൽ 5-ൽ രാഹു സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. എങ്കിലും ബാക്കിയൊക്കെ ഇച്ചിരി മേന്മയുള്ള സമയങ്ങളാണല്ലോ. പൊതുവേ തുലാക്കൂറുകാർക്ക് ഗുണകരമാണ്. എങ്കിലും അവരുടെ മനസ്സും ബുദ്ധിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, കൺട്രോൾ ചെയ്യണം. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. മാതൃപിതൃസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ഒരു അഭിപ്രായ സ്ഥിരത കുറവായിരിക്കും ഈ ദിവസം അവർക്ക്. അതേപോലെ ഉദരസംബന്ധമായ അസുഖങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം.
സഹോദര സ്ഥാനീയർക്ക് അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. കലഹങ്ങളായിട്ട് ശത്രുക്കളായിട്ടുള്ളവരോടൊക്കെ അത് പറഞ്ഞ് തിരുത്തി ആ ശത്രുതയൊക്കെ ഒന്ന് ഒഴിവാക്കി കൊണ്ടുവരാനും നല്ലതാണ്. കാരണം വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. മറ്റുള്ളൊരു അംഗീകാരമൊക്കെ കിട്ടും. പൊതുവെ ഒരു ദൈവാധീനമുള്ള ഒരു ദിവസം കൂടെ ആയിരിക്കും ഇത്. കേസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചെറിയ വിജയമൊക്കെ ഉണ്ടാകും. ജാതകം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നാലാണ് പൂർണ്ണമാവുള്ളൂ. എങ്കിലും നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ്. അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ തുലാം രാശിക്കാർക്ക് കിട്ടും. തൊഴിൽ മേഖല അനുകൂലമാണ്. പുതിയ പ്രവർത്തന മേഖലകൾ തുറന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്വന്തം തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അവിടെ തൊഴിൽ മേഖലകൾ വികസിപ്പിക്കാനായിട്ട് കഴിയും. അതിൽ കൂട്ടു സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനും ഇവർക്കൊക്കെ അനുയോജ്യമാണ്. അപ്പോൾ അത് പക്ഷേ കൂട്ടു സംരംഭം ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടെ കൂടുന്നവരുടെ സമയവും നിങ്ങൾക്ക് ചേർച്ചയുള്ള നാളുകളുമൊക്കെ അല്ലെങ്കിൽ അതിൻ്റേതായ ദോഷങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ പരിശോധിച്ച് വേണ്ടവരെ നല്ലവരെ ഒക്കെ നോക്കിയെടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖല പൊതുവേ അനുകൂലമാണ്. പൊതുവേ തുലാം രാശിക്കാർക്ക് ഈ ദിവസം അനുകൂലമായിരിക്കും. ഇനി വൃശ്ചികം, വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചിക രാശിക്കാർക്ക് 4 രാഹുവാണ്, 5 ശനിയാണ്, 8 വ്യാഴമാണ്, 10 കേതുവാണ്. ഇതൊന്നും അത്ര നല്ലത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ശനിയുടെയൊക്കെ പറയുമ്പോൾ ശനി വക്രമാണ് എന്നൊക്കെ പറയുമെങ്കിലും പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഫലത്തിൽ ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെട്ടോളണം എന്ന് പറയാൻ കഴിയില്ല. പിന്നെ വക്രത്തിലുള്ള ദോഷശക്തി തരാൻ കഴിവാണെങ്കിൽ, ദോഷമാണെങ്കിൽ വക്രത്തിലേക്ക് വരുമ്പോൾ ദോഷശക്തി വർദ്ധിപ്പിക്കുക ചെയ്യുക. ഗുണകരമായ രാശിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ ശനി വക്രത്തിൽ വരുമ്പോൾ മേന്മയൊക്കെ ഉണ്ടാവും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ്. മനസ്സ് പൊതുവെ അനുകൂലമാണ്. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എങ്കിൽ പോലും ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല. ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസതയോടെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, അപകടങ്ങളൊക്കെ ഉണ്ടാവും. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയുകയേ ചെയ്യരുത് വൃശ്ചികക്കൂറുകാർ കുറച്ച് നാളത്തേക്ക്. അതിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ജീവിത പങ്കാളിയും മക്കളും അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറയുന്ന സമയമാണ്. തൊഴിൽ മേഖലയിലും തൊഴിലാളികളും മറ്റുള്ളവരുമൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കഠിന ദോഷമുള്ള സമയം തന്നെയാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പ്രത്യേകം അവരത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈശ്വരാധീനമൊക്കെ വരുത്താൻ വളരെ ശ്രദ്ധ വേണമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ദോഷങ്ങൾ കണ്ടാൽ ഈശ്വരാധീനം ഉണ്ടാക്കുക തന്നെ വേണം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയം തന്നെയാണ്. എങ്കിലും ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ട്. അവർക്ക് 4 ശനിയും 9 കേതുവും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. 4 എന്ന് പറഞ്ഞാൽ കുടുംബമാണ്, 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എങ്കിലും അവർക്ക് കഠിന ദോഷം തന്നെ വരുന്നൊരു ദിവസവും കൂടെയാണിത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല. ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസത ഉണ്ടാവും. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. മനസ്സും അനുകൂലമല്ല. ബുദ്ധി അനുകൂലമല്ല. മാതൃപദസ്ഥാനീയർ അനുകൂലമല്ല. ഒരഭിപ്രായ സ്ഥിരതയും ഉണ്ടാവില്ല. സമ്പത്ത് അനാവശ്യമായി പോകാനുള്ളൊരു സാധ്യതയും ശ്രദ്ധിക്കണം. ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, പ്രത്യേകിച്ച് വാഹന സംബന്ധമായ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധമായ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കരുത്. പ്രത്യേകിച്ച് അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല.
വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞ് കലഹം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ധനുക്കൂറുകാർക്ക് ഉണ്ടാവും. തൊഴിലംഗം അത്ര അനുകൂലമല്ലെങ്കിലും ശ്രദ്ധിച്ചാൽ ധനപരമായ കാര്യങ്ങൾ അല്പമൊക്കെ മേന്മ ഉണ്ടാക്കാം. അനാവശ്യമായ ചിലവുകളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒക്കെ ചെയ്യുക. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് പ്രയാസകരമായ അനുഭവമൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും. ഇനി മകരക്കൂറുകാർക്ക് ദോഷമാണ്. 6-ൽ വ്യാഴം സഞ്ചരിക്കുകയാണ്, 8-ൽ കേതു, 2-ൽ രാഹു ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. പൊതുവെ ദോഷകരമായ ദിവസമാണ്. എങ്കിലും ആരോഗ്യകാര്യത്തിൽ അല്പം മേന്മയൊക്കെ ഉണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാവും, സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, അലസതയൊന്നും ഉണ്ടാവില്ല. ആരോഗ്യകാര്യങ്ങൾ അല്പം മേന്മയായിരിക്കും. പക്ഷേ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അപകടം ചെയ്യും. കാരണം മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അപ്പോൾ ശരിയും തെറ്റൊന്നും നോക്കാതെ എടുത്തു ചാടുന്ന പ്രശ്നം ദോഷം ചെയ്യും. പിതൃസ്ഥാനീയർ അനുകൂലമല്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില കലഹങ്ങളൊക്കെ വേണ്ടപ്പെട്ടവരായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാവും. വാക്കുകൾ വളരെയധികം മകരക്കൂറുകാർ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ ഒന്നും പറയാതിരിക്കുക. കഴിയും മിണ്ടാതെ എവിടെയെങ്കിലും ഇരുന്നോ. കുറച്ച് ദിവസത്തേക്കും കൂടെ അത് വേണ്ടി വരും. കാരണം കുറച്ച് ദിവസത്തേക്കും കൂടെ അനുകൂലമല്ല ഈ വാക്കുകളുടെ കാര്യങ്ങളിൽ. അപ്പോൾ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. ധനപരമായ കാര്യത്തിലും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും തൊഴിൽ മേഖലയിൽ ഗുണകരമായിരിക്കും. വരവുണ്ടാകും. തൊഴിൽ മേഖല ഗുണകരമാകുമ്പോൾ ചിലപ്പോൾ വരവുണ്ടാകും. പക്ഷേ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല എന്ന് പറയാം. പക്ഷേ തൊഴിൽ മേഖല ശുഭകരമായിരിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും മകരക്കൂറുകാരെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ 3/4 ഭാഗം. ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്നു, 2-ൽ ശനി സഞ്ചരിക്കുന്നു, 7-ൽ കേതു സഞ്ചരിക്കുന്നു. അപ്പോൾ ധനപരമായ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളുടെ നിവൃത്തികളിലുമൊക്കെ ചില തടസ്സങ്ങളൊക്കെ വരുന്നതാണ്. ആരോഗ്യ കാര്യങ്ങൾ, ത്വക്ക് രോഗമൊക്കെ വരാൻ സാധ്യതയുണ്ട് കാലഘട്ടത്തിലൂടെ നോക്കുമ്പോൾ. പക്ഷേ ഈ ദിവസം കുംഭക്കൂറുകാർക്ക് നല്ലതാണ് ധനം. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഗുണകരമാണ്. ശരിക്കും ആരോഗ്യകാര്യങ്ങളിലൊരു ശ്രദ്ധ വേണം. ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും, സംശയവും അലസതയൊക്കെ ഉണ്ടാവുമെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്, പക്ഷെ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും, പക്ഷെ കടബാധ്യത വർദ്ധിക്കും. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങളുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കൾ അനുകൂലമായിരിക്കും. അപ്പോൾ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ കുംഭൻ രാശിക്കാർക്കുണ്ടാവും. ചില അംഗീകാരങ്ങളൊക്കെ കിട്ടിയെന്നും വരും. തൊഴിൽ മേഖല അത്ര മേന്മയില്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുംഭൻ രാശിക്കാർ ഉപയോഗിക്കരുത്. ഇനി ഗുണകരമായ 1-2 നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞില്ലായിരുന്നു അല്ലേ? ആ ഗുണകരമായ നക്ഷത്രം പൊതുവേ ഇവരുടെ കൂറുകാർക്ക് പൊതുവേ പറയുമ്പോൾ ദോഷമായിരിക്കും. എന്നാലും ഈ 3 നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണം കിട്ടും. മകീരം, പുണർദം, തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ദിവസം പൊതുവേ ഗുണകരമായിരിക്കും. ഈ നക്ഷത്രങ്ങൾ ഗുണകരമാണെന്നൊക്കെ പറയുമ്പോഴും അവരുടെ ജാതകത്തിനകത്ത് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, ദോഷങ്ങളൊക്കെ ഇതിനെയും ബാധിക്കുമെങ്കിലും പൊതുവേ ഈ ദിവസം ഗുണകരമാകാവുന്ന ഒരു ഇതാണ് മകീരം, പുണർദം, തിരുവോണം നക്ഷത്രക്കാർക്ക്. ആദ്യം ദോഷകരമായ നക്ഷത്രം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഗുണകരമായ നക്ഷത്രവും ദോഷകരമായ നക്ഷത്രങ്ങളും അടുത്ത ദിവസം ഇനി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർ അത് കമൻറ്റ് ചെയ്യുക. ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെയും കമൻറ്റ് ചെയ്യുക. ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് നമുക്കിത് മാറ്റാം. വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, ഗുണകരമാണെങ്കിൽ ഗുണകരമാണ്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മീനക്കൂറുകാരെ നോക്കാം. മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുമെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും.
അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എങ്കിലും അവർക്ക് എല്ലാ കാര്യത്തോടും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ദിവസമായിരിക്കും. പിത്ത സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനികർ അനുകൂലമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. കലഹങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയും. എന്നാൽ വാക്കുകളെ ഒന്ന് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വാക്കുകൾ അനുകൂലമായിരിക്കില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമാണ്. എന്നാൽ മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവാം. തൊഴിൽ മേഖലയിൽ തൊഴിലാളികളിൽ നിന്നും കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. കാരണം ഇവർക്ക് 4 വ്യാഴവും 12 രാഹുവും ഒക്കെ അല്ലേ, ജന്മത്തിൽ ശനിയും ഒക്കെ അല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തുചാട്ടത്തെയൊക്കെ നിയന്ത്രിക്കണം. ഇത്രയും ചെയ്ത് മുന്നോട്ട് പോയതൊരു പൊതുഫലമാണ്. നിങ്ങളിതിൽ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ, മാറ്റം വരുത്തേണ്ട അഭിപ്രായങ്ങളൊക്കെ പറയാം. ചെറിയ മാറ്റങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് ഗുണകരമാണെങ്കിൽ ഗുണകരമാണ്, അല്ലെങ്കിൽ അത് വേണ്ടെങ്കിൽ വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് വേണ്ട രീതിയിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളെ വേണ്ട രീതിയിൽ നമുക്ക് അത് സ്വീകരിക്കാനായിട്ട് കഴിയും. നല്ല അഭിപ്രായമാണ് തോന്നിയാൽ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മടിയുണ്ടാവില്ല. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.